ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിക്കെതിരെ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചില്ല എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ദുരൂഹ ശ്രമം നടന്നു. ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബന്ധുക്കളുടെ സാന്നിധ്യം നിർബന്ധമില്ല എന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, തുടക്കത്തിൽ തന്നെ സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ കോടതിയിൽ സത്യവാങ്മൂലത്തിന്റെ രൂപത്തിൽ നൽകിയെന്നതാണോ? എന്തൊക്കെയാണ് ഈ സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത്? ഇപ്പോൾ ഈ സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇന്ന് നൽകിയ സത്യവാങ്മൂലമാണ് ഇത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവീൻ ബാബുവിന്റേത് കൊലപാതകമല്ല എന്ന് സർക്കാർ പറയുകയാണ്. മഞ്ജുഷയുടെ വാദങ്ങളെ സമ്പൂർണമായും സംസ്ഥാന സർക്കാർ ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെ തള്ളിക്കളയുന്നു. കൊലപാതകമെന്ന് സംശയിക്കാനുള്ള തെളിവുകളോ സാഹചര്യങ്ങളോ ഇല്ല. തൂങ്ങി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ നിന്നും മറ്റു മുറിവുകൾ കണ്ടെത്താനായില്ല. കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന ഫോറൻസിക് വിദഗ്ധർ പോലും സംശയം പ്രകടിപ്പിച്ചിട്ടില്ല. പോലീസ് സംഭവസ്ഥലത്തെത്താൻ വൈകിയെന്ന വാദം തെറ്റാണ്. കളക്ടറേറ്റ് പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ലെന്ന വാദം ശരിയല്ല. കുടുംബത്തിന്റെ ആക്ഷേപങ്ങളെല്ലാം അടിസ്ഥാനമില്ലാത്തതാണ്. ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല ഇൻക്വസ്റ്റ് നടത്തിയത് എന്ന വാദം തള്ളുന്നു. 5 സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇപ്പോൾ സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള ഈ സത്യവാങ്മൂലം. അതായത് ഒരു കാരണവശാലും CBI അന്വേഷണം ഉണ്ടാകരുത് എന്ന് സംസ്ഥാന സർക്കാർ അടിവരയിട്ട് ഉറപ്പിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ശ്രീകാന്ത്, അതായത് കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഖണ്ഡിക്കുന്ന രീതിയിലാണ് ഈ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ, അല്ലെ? ഒരു സംശയവും വേണ്ട. അതായത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് അടുത്ത ബന്ധുക്കളുടെ ആവശ്യമില്ല. മരണവിവരം അറിഞ്ഞ് 4 മണിക്കൂറിനകം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. ബന്ധുക്കൾ പത്തനംതിട്ടയിൽ നിന്നും കണ്ണൂരിലെത്തിയത് 15 മണിക്കൂറിന് ശേഷമാണ്. നവീൻ ബാബുവിന്റെ താമസ സ്ഥലത്തു നിന്നും വിരലടയാളങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു. മൊഴി രേഖപ്പെടുത്താൻ വൈകിയെന്ന മഞ്ജുഷയുടെ വാദം തള്ളി. സംഭവത്തിന് 3 ദിവസത്തിനകം മക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. അതിവേഗത്തിലും കാര്യക്ഷമമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നും മഞ്ജുഷ നൽകിയ ഹർജിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ഈ വാദങ്ങളിലെല്ലാം വൈരുദ്ധ്യങ്ങളുണ്ട് എന്നും സംസ്ഥാന സർക്കാർ പറയുന്നു. അതായത് ഒരു നടക്കും ഒരു കാരണവശാലും CBI അന്വേഷണം ഇല്ല. അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്.